CJP സമരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നിലപാടുകളെ തുടർന്ന് അവതാരകയും ഇൻഫ്ലുവൻസറുമായ പേളി മാണി കടുത്ത സൈബർ ആക്രമണവും വിമർശനങ്ങളും നേരിടുകയാണ്. ഇതിനിടയിൽ പേളിയുടെ പേരെടുത്തു പറയാതെ എന്നാൽ അവരെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് നടി മെറീന മൈക്കിൾ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം കുറിപ്പ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തനിക്ക് അനുയോജ്യമല്ലാത്ത പോസ്റ്റുകൾ നീക്കം ചെയ്തതുകൊണ്ടോ വിമർശിക്കുന്നവരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ ജനങ്ങളുടെ അമർഷവും വിമർശനങ്ങളും അപ്രത്യക്ഷമാകില്ലെന്ന് മെറീന തന്റെ പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു. മുൻപ് ഇങ്ങനെ ഒരാളെ അറിയില്ലായിരുന്നു എന്ന് പേളി നടത്തിയ ഒരു പരാമർശത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് മെറീനയുടെ കുറിപ്പ് ആരംഭിക്കുന്നത്. മറ്റൊരാളുടെ അംഗീകാരമല്ല ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നതെന്ന് താരം വ്യക്തമാക്കി. സമൂഹത്തിൽ സ്വാധീനമുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വവും കൂടെ വരുന്നുണ്ടെന്ന് മെറീന ചൂണ്ടിക്കാട്ടി. പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഉയർന്നു വരുന്ന എതിരഭിപ്രായങ്ങൾ കേൾക്കാനും ചോദ്യം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാതിരിക്കാനുള്ള സന്നദ്ധത കാട്ടണം. വിമർശകരെ ബ്ലോക്ക് ചെയ്യുന്നത് തനിക്ക് ചുറ്റും പുകഴ്ത്തലുകൾ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു കൃത്രിമ ലോകം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും താരം കൂട്ടിച്ചേർത്തു. എല്ലാവരും അനുകൂലമായി നിലകൊള്ളുമ്പോൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു എന്നതിലല്ല, മറിച്ച് ആളുകൾ വിയോജിക്കുമ്പോൾ എത്രത്തോളം ശാന്തമായും സത്യസന്ധമായും പ്രതികരിക്കുന്നു എന്നതിലാണ് ഒരാളുടെ നേതൃപാടവം അളക്കേണ്ടതെന്നും മെറീന വ്യക്തമാക്കി. മെറീനയുടെ പോസ്റ്റ് നിലവിലെ പേളി മാണിയുടെ പ്രതികരണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. മെറീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നീ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നുവെന്ന്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരുടെ അംഗീകാരമല്ല ഒരാളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് എഴുതിയ വാക്കുകൾ ഇല്ലാതാകുന്നില്ല. വിമർശിക്കുന്നവരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് വിമർശനങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. അത് പുകഴ്ത്തലുകൾ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു ഇടം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും നിങ്ങളോട് യോജിക്കുമ്പോൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു എന്നതിലല്ല നേതൃപാടവം അളക്കേണ്ടത്, മറിച്ച് ആളുകൾ വിയോജിക്കുമ്പോൾ എത്രത്തോളം ശാന്തമായും സത്യസന്ധമായും നിങ്ങൾ പ്രതികരിക്കുന്നു എന്നതിലാണ്. ഇത് വെറുപ്പ് പ്രചരിപ്പിക്കാനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ വേണ്ടിയുള്ളതല്ല. പൊതുജനത്തെ സ്വാധീനിക്കാൻ തങ്ങളുടെ ഇടങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്നും കൃത്യമായ നിലപാടും ഉത്തരവാദിത്ത ബോധവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ നിലപാടാണ് ശരിയെങ്കിൽ വസ്തുതകൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കുക, വിഷയത്തെ അഭിസംബോധന ചെയ്യുക, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. അല്ലാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ ആക്രമിക്കുകയല്ല വേണ്ടത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നിനക്കറിയില്ലായിരുന്നു എന്നാണ് നീ പറഞ്ഞത്. നീ എന്നെ അറിയണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നാണ് മെറീന മൈക്കിൾ പറഞ്ഞത്. 2017 പേളി മാണി അവതാരകയ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ മെറീന അതിഥിയായി എത്തിയപ്പോഴായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. മെറീന എത്തിയതോടെ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ പേളി വിസമ്മതിച്ചെന്നും ഫോണിലൂടെ തന്നോട് മോശമായി പെരുമാറിയെന്നും മെറീന അന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ഷോയിലേക്ക് അതിഥികളെ തെരഞ്ഞെടുക്കുന്നത് പ്രൊഡക്ഷൻ ടീമാണെന്നും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മെറീന കേൾക്കാൻ കൂട്ടാക്കാതെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നെന്നുമാണ് പേളി നൽകിയ മറുപടി. വർഷങ്ങൾക്ക് മുൻപുള്ള ഈ വ്യക്തിപരമായ വിരോധത്തിന്റെ തുടർച്ചയാണോ നിലവിലെ സോഷ്യൽ മീഡിയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ മെറീന പേളിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. എന്തായാലും കൃത്യമായ പേര് പരാമർശിക്കാതെ മെറീന പങ്കുവച്ച കുറിപ്പ് ഇതിനോടകം തന്നെ ഇരുവരുടെയും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ ഈ ഒരു സംഭാഷണത്തിൽ എത്തി നിൽക്കുന്നത് തന്നെ നിന്റെ വാക്കുകൾ കൊണ്ടാണ്, ഞാൻ ആരാണ് എന്നതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ ചോദ്യങ്ങളോട് നീ എങ്ങനെ പ്രതികരിച്ചെന്നത് ആളുകൾ ശ്രദ്ധിച്ചത് കൊണ്ടാണെന്നും കുറിപ്പിലുണ്ട്.